ഹലോ. അപ്പോൾ ഇന്നൊരു വോയിസ് ഓവർ വീഡിയോ ആണ്, അതും ലോങ് വീഡിയോ. സാധാരണ ഞാൻ ഷോർട്സ് വീഡിയോ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇന്നൊരു ലോങ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ എണീച്ച് കുട്ടികൾക്ക് ചായ എല്ലാം കൊടുത്ത് ലഞ്ചിൻ്റെ പരിപാടി നോക്കുകയാണ്. ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നല്ല, ജസ്റ്റ് ഒരു കഥ പറയാമെന്ന് വിചാരിക്കുന്നു. കഥ എന്നല്ല, കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നിനെക്കുറിച്ചുമല്ല, എൻ്റെ യൂട്യൂബ് ജേണിയെ കുറിച്ചിട്ടാണ്. കഥ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുക്കിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. നോർമൽ സാധാ നമ്മുടെ ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം പറയാമെന്ന് വിചാരിച്ചു. ഞാൻ കൊറോണൻ്റെ സമയത്തായിരുന്നു ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. കുറച്ച് വീഡിയോസ് എല്ലാം ആദ്യം ഇട്ട് പിന്നെ നിർത്തി. സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞാനും ഒന്ന് എൻ്റെ വേറൊരു അക്കൗണ്ടിൽ നിന്നും പിന്നെ വീട്ടിലുണ്ടായിരുന്ന വേറൊരു ഫോണിൽ കൂടിയും പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഫോണിനും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആകെ 4 സബ്സ്ക്രൈബറായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ഫാമിലിയിലുള്ള ആർക്കും അറിയില്ല ഞാനിങ്ങനെ തുടങ്ങിയതും കാര്യങ്ങളൊന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഫേസ് റിവീൽ ചെയ്തിട്ടല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, പിന്നെ സൗണ്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ആരോടൊട്ടും ഞാൻ പറഞ്ഞുമില്ല. അതങ്ങനെ തുടങ്ങി. അതിനുശേഷം പിന്നെ കുറച്ച് ഇങ്ങനെ ഒരു 10, 11, 12 അങ്ങനെ കൂടിക്കൂടി പിന്നെ ഞാനതവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ 2023 നമ്മുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം മീൻസ് മീഷോ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ഒക്കെ പോലത്തെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി, അതും ഷോർട്സിൽ കൂടിയിട്ട്. അത് അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷേ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നില്ല. അതൊരു ഭയങ്കര ടാസ്ക് ആയിരുന്നു. കാരണം ഞാനിങ്ങനെ ആവശ്യമില്ലാണ്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നു. പിന്നെ അത് ചിലപ്പോൾ എനിക്ക് റിട്ടേൺ കൊടുക്കാൻ മടിയായിട്ട് ഞാനത് എൻ്റെ കയ്യിൽ വെക്കേണ്ടിയിരുന്നു. അത് എനിക്കതൊരു നഷ്ടമാകുന്നു, മീൻസ് അനാവശ്യമായിട്ടുള്ള നഷ്ടം വരുന്നു. പിന്നെ ഞാൻ ഫുഡ് വീഡിയോസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിന് ആപ്റ്റായിട്ടുള്ള മൂവി സീൻസും വെച്ചിട്ട് വീഡിയോ ചെയ്തു. അത് അത്യാവശ്യം നല്ല റീച്ച് കിട്ടി, അത്യാവശ്യത്തിൽ കൂടുതൽ റീച്ച് കിട്ടിയെന്ന് പറയാം. എൻ്റെ ഒരു വീഡിയോക്ക് തന്നെ 3.9 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ സബ്സ്ക്രൈബേഴ്സും കൂടി ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് 1K അടിച്ചിട്ടുണ്ടായിരുന്നു. 1K അടിച്ചപ്പോൾ ഞാൻ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 വർഷത്തെ സ്വപ്നമാണ് 1K അടിക്കുന്നത്. അങ്ങനെ പിന്നെ എനിക്ക് തോന്നി, എനിക്കൊരു ഇത് കിട്ടി. അപ്പം ഞാൻ പിന്നെ അങ്ങനെ അതേ ടൈപ്പിലുള്ള വീഡിയോസ് തന്നെ ചെയ്ത് വ്യൂസ് കിട്ടി, സബ്സ്ക്രൈബർ കൂടി. ഇപ്പം 3K നിൽക്കുന്നുണ്ട്. പക്ഷേ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച് അവർ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഷോർട്സ് വീഡിയോസിന് വാച്ച് അവർ കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ 2022 സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനലിന് ഇപ്പോൾ 2026 ആയപ്പോഴാണ് 1K അടിച്ചതും അതിൻ്റെ മേലെ 3K ഒക്കെ ആയതും. പക്ഷേ ഇതുവരെ ഞാൻ യൂട്യൂബിൽ സക്സസ് ആയോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഞാൻ ആയിട്ടില്ല. കാരണം എൻ്റെ ചാനൽ ഇതുവരെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് വീഡിയോസ് ഇടാത്തതാണ്. ലോങ് വീഡിയോസിൽ കൂടിയിട്ടാണ് വാച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിനി കുറച്ച് ലോങ് വീഡിയോസും കൂടി ശ്രദ്ധിക്കാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണിത്. അപ്പോൾ ഇതിനൊരു കൺക്ലൂഷൻ എന്നുള്ള രീതിക്ക് ഞാൻ പറയാം, ഞാനതിന് അറിയാണോന്നറിയില്ല. എന്നിരുന്നാൽ കൂടി ഞാൻ പറയാം, ആരെങ്കിലും ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും തുടങ്ങിക്കോ. എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ വിജയം കൈവരിക്കും. നമ്മൾ ട്രൈ ചെയ്യുക. ഒന്നും ചെയ്യാണ്ട് നിൽക്കുന്നതിൽ നിന്നും നല്ലതല്ലേ എന്തെങ്കിലും ചെയ്യുന്നത്. പിന്നെ എനിക്കിഷ്ടമാണ് വീഡിയോ എടുക്കാനല്ലോ. ഇതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. വീഡിയോ എടുക്കുന്നതും അതിന് വേണ്ടി സോങ്സ് തപ്പുന്നതും മൂവി സീൻസ് നോക്കി അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എന്തെങ്കിലും അതിലൊരു ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും ചാനൽ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തുടങ്ങുക, പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, ഡെയിലി വീഡിയോസ് ഇടുക. എന്താണ് നിങ്ങളെ കയ്യിലുള്ള കണ്ടൻറ്റ് അത് വെച്ചിട്ട് വീഡിയോസ് ചെയ്യുക. എന്നെങ്കിലും ഒരു ദിവസം സക്സസ് ആവും. അപ്പം ഞാനിതിപ്പോൾ ഷോർട്സിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഒരു മൂവി സീൻസ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യും ഞാൻ. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.